വിശ്വാസിയുടെ ജീവിതം ലോകത്തിന് എപ്പോഴും ഒരു പ്രഹേളികയാണ്. അവർ വീഴുമ്പോഴും എങ്ങനെ എഴുന്നേൽക്കുന്നു എന്നത് ദൈവത്തിൻ്റെ മാത്രം രഹസ്യമാണ്. ഒരു വിശ്വാസിയെ തകർക്കാൻ ലോകം പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നാൽ ഓരോ വീഴ്ചയിലും അവർ കൂടുതൽ കരുത്തരായി എഴുന്നേൽക്കുന്നത് കണ്ട് ലോകം അത്ഭുതപ്പെടുന്നു. ആ കരുത്ത് അവർക്ക് ലഭിക്കുന്നത് അവരാലല്ല, അവരെ താങ്ങുന്ന ദൈവത്താലാണ്. ദൈവത്തിന് പ്രകാരം പറയുന്നു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും വീണ്ടും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. സദൃശവാക്യങ്ങൾ 24:16. വിശ്വാസി വീഴാത്തവനല്ല, മറിച്ച് വീഴുമ്പോഴെല്ലാം ദൈവത്തിന്റെ കൈപിടിച്ച് എഴുന്നേൽക്കുന്നതാണ്. വിശ്വാസിയുടെ ജീവിതം ഒരു പമ്പരം പോലെയാണ്. ലോകത്തിന്റെ പ്രഹരങ്ങൾ ഏൽക്കുമ്പോഴും അവൻ കൂടുതൽ വേഗത്തിലും കൃത്യതയിലും ചലിച്ചുകൊണ്ടിരിക്കും. ഒരു വിശ്വാസി വീഴുമ്പോൾ ലോകം കരുതുന്നത് അത് അവസാനമാണെന്നാണ്. എന്നാൽ ദൈവം ഇവിടെ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിലും നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയുന്നത് ലോകം നൽകുന്ന സമാധാനം കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ അദൃശ്യമായ സാന്നിധ്യം നമ്മെ താങ്ങുന്നത് കൊണ്ടാണ്. എൻ്റെ ഉപദേശം ഇതാണ്: ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകരുത്. ലോകം നിങ്ങളെ നോക്കി പരിഹസിച്ചേക്കാം, പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ആത്മീയ ബലം അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങളെ വീഴ്ത്തിയ അതേ സ്ഥലത്ത് തന്നെ ദൈവം നിങ്ങളെ നിർത്തിക്കും. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. നിങ്ങളുടെ ജീവിതം ലോകത്തിന് മുൻപിൽ വലിയൊരു അത്ഭുതമായി നിലനിൽക്കും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കാവുതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.